ഇതാണ് തൊമ്മൻകുത്തല്ലേ, തൊമ്മൻകുത്ത് എക്കോ ടൂറിസം. രസമുണ്ട് കേട്ടോ. പക്ഷെ നല്ലോണം വെള്ളം വേണം. ഇപ്പം മഴയുണ്ട് ഇവിടെ അത്യാവശ്യം, അതുകൊണ്ട് ആണ് ഇത്രയും വെള്ളം ഉള്ളത്. അല്ലെങ്കിൽ ഭയങ്കര വെള്ളമാണ്. ഇവിടെ ഉള്ളിലേക്ക് കയറി പോകുമ്പോൾ വെള്ളച്ചാട്ടമുണ്ട്. ഉണ്ട്, ശകലം വെള്ളമേ ഉള്ളൂ, എന്നാലും നമുക്ക് കാണാം അത്യാവശ്യമൊക്കെ. ഇനി അകത്തോട്ട് ഒരു 1/2 കിലോമീറ്റർ ദൂരം നടക്കണം. നടന്നാൽ മാത്രമേ നമുക്ക് ലക്ഷ്യസ്ഥാനത്തിലെത്താൻ പറ്റൂ. അവിടെ നല്ലോണം വെള്ളപ്പൊക്കമൊക്കെ കാണും. കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഇവിടെ എല്ലാം വേലി പോലെ ഇത് കമ്പി വെട്ടിയേക്കുവാണ്. അതിനപ്പുറത്തോട്ടൊന്നും നമ്മളെ വിടത്തില്ല. ഇവിടെ നിന്ന് എടുക്കാം. പിന്നെ നമുക്ക് അകത്തോട്ട് കയറി ഒരു 1/2 കിലോമീറ്റർ നടക്കാമെങ്കിലും നമുക്ക് വെള്ളച്ചാട്ടം നന്നായി കാണാം. ഇവിടെയും പാറയും ഒക്കെയാണ്. ചടിയിലൊക്കെ തെന്നിപ്പോയാലേ പിന്നെ അതുകൊണ്ട് അവർ സ്ട്രിക്റ്റായിട്ട് നിരോധിച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം. ഞങ്ങൾ അകത്തേക്ക് യാത്രയാവുകയാണ്. 400 മീറ്റർ അകത്തേക്ക് പോകണം. ഇച്ചിരി നടപ്പുണ്ട്. ഇവിടെ എല്ലാം മുളയിട്ട് കെട്ടിവെച്ചിരിക്കുക. വേലിയിൽ മുളയാണോ ഇത്? അല്ല, അതിൻ്റെ കമ്പിയാണ് പെയിന്റ് അടിച്ചേക്കുന്നത്. നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാം. ഇവിടെ മദ്യപാനം നിരോധിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇടയിൽ കൂടെ ഒക്കെ നമുക്ക് കാണാം. പാറക്കെട്ടും വെള്ളവും ഒക്കെ നമുക്ക് കാണാം. ഇതെല്ലാം കാട്ടുപ്രദേശമാണ്. ഇതാണ്ട് ഒരിതുണ്ടാക്കി വെച്ചിരിക്കുക. പ്ലാവ് ഉണ്ടാക്കി വെച്ചേക്കും അല്ലേ? എന്തുകൊണ്ടാണ് ഇതുണ്ടാക്കിയേക്കുന്നത്? ചക്കയായി കിടക്കുന്നത്. ഇവിടെ ഒരാൾ ചക്ക പറിക്കുന്നു. ഇത് തടി കൊണ്ടുണ്ടാക്കി വെച്ചേക്കുന്നതാണ്. 24 പേര് ഇതിവിടെ ഈ ഒഴുക്കിൽപ്പെട്ട് മരിച്ചിട്ടുണ്ടെന്ന്. ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ നമുക്ക് വെള്ളം ഉണ്ടല്ലോ, പാറക്കെട്ടൊക്കെ ആയത്. ഇവിടെ വെച്ചൊക്കെ ഒരുപാട് ഷൂട്ടിങ്ങുകളൊക്കെ നടക്കാറുണ്ട്. ഇവിടെ പുലിമുരുകനകത്തൊക്കെ കണ്ട പോലുള്ള സ്ഥലമായത്. ഇവിടെ നമ്മൾ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത്രയൊക്കെ ക്ലാരിറ്റിയോടുകൂടി എടുക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷെ നല്ല നമ്മൾ നടക്കുമ്പം ഇവിടെ എല്ലാം കല്ലുകളുണ്ട്. സൂക്ഷിച്ചും ഒക്കെ നടക്കണം. ഇവിടെ ക്വാർട്ടേഴ്സൊക്കെ ഉണ്ട്. ജോലിക്കാരുടെ ആയിരിക്കും. ഇതെല്ലാം വൃക്ഷങ്ങളാണ്. ഇത്ര വർഷങ്ങൾ കൊണ്ട് നട്ട് വളർത്തുന്ന വൃക്ഷങ്ങൾ ഇത്രയൊക്കെ വലുതാവണമെങ്കിൽ ഇത്ര വർഷം മുമ്പുള്ള. ഇവിടെ എല്ലാം കല്ലുകളാണ്. എന്നിക്കുട്ടിക്ക് സന്തോഷമായി. വെള്ളച്ചാട്ടം കാണാൻ പോകുന്നതല്ലേ,
അവർക്ക് സന്തോഷമാണ്, വെള്ളം കാണുന്നതേ അവർക്ക് സന്തോഷമാണ്. അയ്യോ വേണ്ട, കണ്ടോ എന്തുമാത്രം കല്ലുകൾ അവിടെ എല്ലാം കിടക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ട് ക്യാമറയായിട്ട് നടക്കുക. കുട്ടൻ താഴെ തന്നെ നോക്കി നടക്കുക, കാരണം വീഴുമോ എന്നുള്ള പേടിയാണ്. അമ്മ എന്തോ കൂറ്റൻ പാറകളാ. അവിടെ ഒരു ശകലം വെള്ളം കാണുന്നുണ്ട്, കണ്ടോ? കുട്ടി ഇങ്ങനെ സൂക്ഷിച്ച് നടന്നു വരിക. നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ നടന്ന് ചെറിയ ചെറിയ അരുവികൾ കണ്ടു പോവുകയാണ്. അവിടെ നിന്ന് ഒക്കെ കാണാം. അല്ലാത്ത സമയത്ത്, മഴ സമയത്ത് വന്നാൽ ഇത് എത്ര ഭംഗിയായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമാണ്. മൊത്തം കാട്. ഈ വെള്ളം വരുന്ന അതിൻ്റെ സോഴ്സ് എവിടാന്ന് കണ്ടുപിടിച്ചുള്ള പോക്കാണ് ഞങ്ങളുടേത്. ഒന്ന് റെസ്റ്റ് എടുക്കണമെങ്കിൽ ഇവിടെ റെസ്റ്റ് എടുക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട് കേട്ടോ. ഓരോ പാറയിലൊക്കെ ഇരുന്നിച്ചാൽ മതി. ഉണ്ടോ, പാറ കഷ്ണങ്ങൾ കൂടിക്കൂടി വരിക നടവഴി. ഇതാ കണ്ടോ, കണ്ടോ? ഓക്കെ, സൂപ്പർ സ്ഥലം. എന്താ പിന്നെ കിട്ടാ വെള്ളം, പക്ഷെ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഇറങ്ങാനുള്ള സ്ഥലമല്ല ഇത്. ഇവിടെ ഇച്ചിരി സ്ഥലം നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ ഇച്ചിരി സ്ഥലമുണ്ട്. അവിടെ നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് ഇതെടുക്കാം. കണ്ടോ, ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങോട്ട് വന്നെടുക്കാം. നല്ല എന്തുമാത്രം ചിത്രശലഭങ്ങളാണെന്നറിയാം. എന്തുമാത്രം. കണ്ടോ, കണ്ടോ? ഇപ്പോൾ വെള്ളം കുറവല്ലേ, അതുകൊണ്ടാണ് ഇത്രയും. പക്ഷെ കുത്തി ഒഴുകി വരുമെന്നാണ് പറയുന്നത് വെള്ളം. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. മിന്നുക്കുട്ടനോട് കരയിൽ നിന്നോളാൻ പറഞ്ഞാൽ അവൾ എന്നാലും വരും. കാരണം അവൾക്ക് ഈ വെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് വലിയ താല്പര്യമാണ്. നല്ല നല്ല വെള്ളം. വേണ്ട, അതിൻ്റെ അകത്ത് അടി കിടക്കുന്ന കല്ലുകളൊക്കെ നമുക്ക് കാണാം. അത്ര നല്ല തെളിഞ്ഞ വെള്ളമാണ്. വെള്ളം നല്ല ഒഴുക്കുള്ള സമയത്ത് നമുക്ക് കരയിൽ നിന്ന് കാണാം. ഇവിടത്തെ ഇറങ്ങാൻ പറ്റുമെന്ന് അറിയത്തില്ല, അതുപോലെ വെള്ളം വരും. ഞങ്ങൾ പിന്നെയും മുന്നോട്ട് യാത്ര ചെയ്യുകയാണ്. ഇനിയും ദൂരമുണ്ട്. അമ്മയും മിന്നുകുട്ടിയും ആങ്ങളെയും കൂടെ അവിടെ ഇരുന്നു, വയ്യാന്നും പറഞ്ഞ്. അവരിരുന്നപ്പം മിന്നു അവിടെ അങ്ങ് ഇരുന്നു. അവൾക്ക് ഈ പാറക്കൂടെ ഒന്നും നടക്കാൻ വയ്യ. ഞാനും അരിയേട്ടനും രണ്ടും കൽപ്പിച്ചിറങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് പുഴയിൽ ഇറങ്ങുന്ന. ആ ഒരു സ്ഥലത്ത് മാത്രം
നമുക്ക് ഇറങ്ങാവുന്ന. അതുകൊണ്ട് അവിടെ വെച്ചിട്ടില്ല ബോർഡ്. കണ്ടോ, നമ്മൾ ഉദ്ദേശിച്ച സംഭവമാണ് വെള്ളച്ചാട്ടം. എന്തായാലും നമുക്ക് വന്നതിനൊരു പ്രയോജനമുണ്ടായി. അവരാണെങ്കിൽ ഇവിടെ വന്നിരുന്നാൽ മതിയായിരുന്നു, അപ്പോൾ കുട്ടും നടക്കാൻ വയ്യായിരുന്നു. ആൾക്കാരൊക്കെ ഇവിടെ വന്നിരുന്ന് കാണുന്നുണ്ട്. ചൂട് സമയമല്ലേ, അപ്പം നമുക്ക് ഇവിടെയൊക്കെ വന്നിരുന്ന് ഒന്ന് കുളിക്കാനും ഒക്കെ എല്ലാവരും പിള്ളേരെല്ലാം ഉണ്ട് ഇതിനകത്ത്. വലിയ വെള്ളമില്ലല്ലോ, അതുകൊണ്ട് കുറച്ചൊക്കെ ഇറങ്ങും. ഞങ്ങൾ വേറെ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ല, അത് കാരണം ഞങ്ങളൊക്കെ ഇറങ്ങാൻ വയ്യ. ഇതൊക്കെ ഇനിയും വരുമ്പം നമ്മളിതിനൊക്കെ പ്രിപ്പയർഡായിട്ട് വരും. അപ്പം നമുക്കിതൊന്നും അറിയത്തില്ല. ഗൂഗിൾ മാപ്പ് ഇട്ട് ഞങ്ങളിങ്ങ് വരുമല്ലേ. മുഴുവൻ പാറക്കെട്ടുകളും ഒക്കെയാണ്. ഇവിടെയൊക്കെ വന്നിരിക്കാം. ഇത് മഴ കുറവായിട്ട് നമുക്ക് ഇത്രയും മനോഹരമായിട്ട് കാണാൻ പറ്റുന്നു. അപ്പം മഴ ഉള്ള സമയം എന്താ ആയിരിക്കും ഇവിടെ. വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ സന്തോഷം കിട്ടുന്നൊരു കാര്യമാണല്ലോ വെള്ളത്തിൽ കളി, നീന്തൽ, അതെല്ലാം. അതുകൊണ്ടാണ് എല്ലാവരും വന്നേക്കുന്നത്. ഇപ്പോൾ വന്നുകൊണ്ട് വലിയ വെള്ളമില്ലല്ലോ. നല്ല മഴയുള്ള സമയത്തൊന്നും ഇവിടൊന്നും അടുക്കാൻ പറ്റത്തില്ലായിരിക്കും. അപ്പം നമ്മൾ തൊമ്മൻകുത്ത് വാട്ടർഫാൾസ് കണ്ടു.